ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വർഷത്തെ വലിയ നോമ്പിൻ്റെ സമാപനം അടുത്ത് വരികയാണ്. ഊശാന ഞായറാഴ്ച, പെസഹ വ്യാഴാഴ്ച, നല്ല വെള്ളിയാഴ്ച, നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ. ഈ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് സായുജ്യം പ്രാപിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന നമുക്ക്, പ്രത്യേകിച്ച് നോമ്പ് ആചരിച്ചിട്ടുള്ള വിശ്വാസികൾക്ക് ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് ഇപ്രകാരം പാടുവാൻ കഴിയണം. ഗോകുൽത്തായിൽ കുരിശുമരത്തിന്മേൽ ആണികൾ മൂന്നേറ്റു, പ്രാണൻ ഞങ്ങൾക്കായി വിട്ടു, ഉത്ഥാനം ചെയ്തതവാനേറി, താതൻ തൻ വലമാർന്നവനെ, നാദായേശു മഹേശ്വരനെ ഓർക്കണമേ ഞങ്ങളെന്നാളും. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ചിന്താവിഷയം. കാൽവരിയിലെ കുരിശിൽ രണ്ട് കള്ളന്മാരെ ഇടതും വലതുമായിട്ട് ക്രൂശിച്ചിരിക്കുന്നു. ഈ തിരുവചന ഭാഗം പറയുന്നത് വലത്തും ഇടത്തുമായി രണ്ട് കള്ളന്മാരെ അവനോട് കൂടെ ക്രൂശിച്ചു. അപ്പോൾ ലോകത്ത് ഏറ്റവും സർഗാത്മകതയുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ഞാനും നിങ്ങൾ ഉത്തരം പറയും, അത് കലാകാരന്മാർ ആണ്. എന്നാൽ അതിലേറെ സാമർഥ്യമുള്ള ഒരു വിഭാഗം ആധുനിക തലമുറയിൽ ഉണ്ട്. ആധുനിക തലമുറയിലുള്ള ഹൈടെക് കള്ളന്മാർ, അവരുടെ പ്രത്യേകത അവർക്ക് കുറ്റബോധമില്ല, അവർക്ക് പശ്ചാത്താപവും ഉണ്ടാകാറില്ല. അവരുടെ വ്യാജ ബാങ്ക് നിർമ്മാണം, വ്യാജ പോലീസ് സ്റ്റേഷൻ നിർമ്മാണം, വ്യാജ കോടതി വരെ സൃഷ്ടിച്ച് അവർ അനേകം ആളുകളെ കബളിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് യാക്കോബായ സുറിയാനി സഭയിലെ ഒരു മെത്രാപ്പോലീത്തായുടെ 15 ലക്ഷം രൂപയാണ് ആധുനിക കള്ളന്മാർ തട്ടിയെടുത്തത്. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലുള്ള ഒരു ഡോക്ടറുടെ ഏകദേശം 1 കോടി രൂപയാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ ഈ കള്ളന്മാർ നേടിയത്. അപ്പോൾ ഓൺലൈൻ തട്ടിപ്പെന്ന് പറയുന്നത് സർവ്വസാധാരണമായിരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസമുള്ളവരെ, വിവരമുള്ളവരെ കബളിപ്പിക്കുവാൻ തക്ക സാമർഥ്യവും വൈഭവമുള്ളവരാണ് ആധുനിക കള്ളന്മാർ. അപ്പം ആ കള്ളന്മാരെയല്ല നമ്മൾ കുരിശിൽ കാണുന്നത്. കാൽവരിയിൽ യേശുവിൻ്റെ ഒപ്പം ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാർ സർഗാത്മകത കുറഞ്ഞ വെറും നാടൻ കള്ളന്മാരായിരുന്നു. അല്പസ്വല്പം പിടിച്ചുപറിയും ബലാസംഗവുമായി കഴിഞ്ഞിരുന്ന കള്ളന്മാർ. അപ്പം ഈ കള്ളന്മാർ എന്ന് പറയുന്ന വാക്കിൻ്റെ അതിൻ്റെ ആന്തരികമായ അർത്ഥം തിന്മയുടെ വക്താക്കൾ എന്നാണ്. പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് ബറാബാസ് എന്ന് പറയുന്ന കള്ളനെ വിട്ടയച്ചതിലൂടെ ലോകത്ത് തിന്മ പെരുകി, ആ തിന്മ പരമ്പരാഗതമായിട്ട് അതിൻ്റെ അനന്തരഫലങ്ങൾ ഇന്നും ഈ തലമുറയിലും ഞാനും നിങ്ങളും അനുഭവിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പം നസറായനായ യേശുക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ ക്രൂശിൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ട് രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചിരിക്കുകയാണ്. ഈ രണ്ട് കള്ളന്മാർക്കും പ്രത്യേകതയുണ്ടായിരുന്നു.
അവർ രണ്ടുപേരും ഒന്നിച്ച് മോഷണം നടത്തി ജീവിച്ചവരായിരുന്നു. കൊള്ള മുതൽ ഒന്നിച്ച് പങ്കിട്ട് ജീവിച്ചവരായിരുന്നു. എന്നാൽ ഈ രണ്ട് കള്ളന്മാരിൽ വ്യത്യസ്തമായ ഒരു സ്വഭാവം, മനോഭാവം നമുക്ക് ആ ക്രൂശിൽ കണ്ടെത്തുവാൻ കഴിയും. ക്രൂശിൻ്റെ ആ നിഴലിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വലതുഭാഗത്ത് കള്ളൻ കുരിശിൻ്റെ വഴി കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് തിന്മയെ അകറ്റി നീതിയുടെ പക്ഷം ചേരുന്നതായിട്ടാണ് ഈ തിരുവചന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വലതുഭാഗത്തെ കള്ളൻ നീതിയുടെ പക്ഷം ചേർന്നു. ഇടതുഭാഗത്തെ കള്ളൻ ആ കുരിശിൽ കിടന്നുകൊണ്ട് യേശുവിനെ പരിഹസിച്ചു, അവഹേളിച്ച്. അവൻ പറഞ്ഞതെങ്ങനെയാണ്? നീ ഈ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, എന്നിട്ട് ഞങ്ങളെയും രക്ഷിക്കുക. അപ്പോൾ തങ്ങളുടെ ഭൗതികമായ ഒരു പ്രാർത്ഥനയാണ് ഇടതുഭാഗത്തെ കള്ളന് സമർപ്പിച്ചത്. ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞതിലൂടെ ശാരീരികമായ രക്ഷയാണ് അവൻ ഉദ്ദേശിച്ചത്. വീണ്ടും പഴയ തൊഴിലിലേക്ക് മടങ്ങുവാനുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചതെങ്കിൽ വലതുഭാഗത്തെ കള്ളൻ ആ കുരിശിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ആ കുരിശിൽ കിടന്നുകൊണ്ട് അവന് കുരിശിൻ്റെ വഴി കാണുവാനിടയായി. ആ കുരിശിൻ്റെ വഴി കണ്ട് ആ കുരിശിൽ കിടക്കുന്നത് ദൈവപുത്രനായ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ വലതുഭാഗത്തെ കള്ളൻ യാചിച്ചതെങ്ങനെയാണ്? യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈ പുതിയ നിയമ വേദപുസ്തകത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും ചെറിയ ഒരു പ്രാർത്ഥനയാണ് യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹങ്ങൾ അവന് നൽകി. ആ സ്വർഗരാജ്യത്തിൻ്റെ കവാടം, പറുദീസായുടെ കവാടം കർത്താവായ യേശു മാനസാന്തരപ്പെട്ട മനസ്സിന് മാറ്റം വന്ന ആ കള്ളന് തുറന്നു കൊടുത്തു. അപ്പം ഇവിടെ കള്ളൻ പാർട്ടി മാറിയില്ല. കള്ളൻ വലതുഭാഗത്തെ കള്ളൻ പുതിയ സഭയുണ്ടാക്കിയില്ല. വലതുഭാഗത്തെ കള്ളൻ എവിടെയെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേർന്നില്ല. ധ്യാന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങിയില്ല. ആ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ തൻ്റെ സമീപം കിടക്കുന്നത് ദൈവപുത്രനായ യേശുവാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഈ വലതുഭാഗത്തെ കള്ളൻ്റെ ഈ ഒരു ബോധ്യമാണ് പീഡാനുഭവവാരം ആഘോഷിക്കുവാൻ ഒരുങ്ങുന്ന വിശ്വാസികളായ നമുക്ക് അനിവാര്യമായിരിക്കുന്നത്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് മനസ്സിലാക്കി കുരിശിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ് നോമ്പിൻ്റെ സമാപന കാലത്ത് പീഡാനുഭവ വാരമെന്ന് പറഞ്ഞുകൊണ്ട്, ഹാശ ആഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ചത്തെ ആത്മീയ ശുശ്രൂഷകൾ സഭ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇടതുഭാഗത്തെ കള്ളൻ്റെ ഭൗതികമായ യാചനയാണ് ഇന്ന് അനേകരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വന്തം കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, നല്ല ജോലി കിട്ടുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, മക്കളുടെ വിവാഹം നടക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന, വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കുവാൻ ആവശ്യമായ കൃപയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അങ്ങനെ സമൃദ്ധിയേറിയ ജീവിതത്തിന് വേണ്ടി ഒരു പ്രോസ്പെരിറ്റി ഇവാഞ്ചലിസം, അതിൽ വിശ്വസിക്കുന്ന പ്രാർത്ഥനയായിരുന്നു ഇടതുഭാഗത്തിന് കള്ളൻ സമർപ്പിച്ചതെങ്കിൽ ആ വലതുഭാഗത്തെ കള്ളനെ പോലെ ഈ തിരിച്ചറിവ് നമുക്ക് ആവശ്യമായിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ദൈവപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ പീഡാനുഭവ വാരത്തിലെങ്കിലും മാനസാന്തരപ്പെട്ട് മനസ്സിന് മാറ്റം വരുത്തി, യേശുവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പാപബോധത്തോടുകൂടി പ്രാർത്ഥിക്കുവാൻ ആവശ്യമായ വലിയ കൃപ ഈ നോമ്പിൻ്റെ സമാപന ദിവസങ്ങളിൽ
ആർജിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പം ഇടതുഭാഗത്തെ കള്ളനേക്കാൾ വളരെ ദാർശനികമായ വലിയൊരു ദർശനമാണ് വലതുഭാഗത്തെ കള്ളൻ കാഴ്ചവെച്ചത്. ആ വലതുഭാഗത്തെ കള്ളൻ യേശുവിനോടുകൂടെ പറുദീസായിലിരിക്കുവാൻ യോഗ്യനായി തീർന്നതുപോലെ ഈ വർഷത്തെ നമ്മുടെ നോമ്പാചരണം, ആഴ്ചയിലെ ശുശ്രൂഷകൾ, നമ്മുടെ പ്രാർത്ഥനകൾ നിശ്ചയമായിട്ടും എൻ്റെയും നിങ്ങളുടെയും മനസ്സിൻ്റെ അന്തരത്തിന് പര്യാപ്തമായി തീരട്ടെ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ഒരുപോലെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരു ഉത്തമ ക്രിസ്ത്യാനിയായി പരിണമിക്കുവാൻ ഈ വർഷത്തെ നോമ്പാചരണവും പീഡാനുഭവവാര ശുശ്രൂഷകളും പ്രാർത്ഥനകളും എന്നെയും നിങ്ങളെയും ശക്തരാക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.